ഇനി പറയാനുള്ളത് എന്താണെന്നറിയോ? നമ്മളെ സക്കരിയ സലാഹി ഇടമുട്ടത്തെന്ന് പറഞ്ഞ് ഖബർ ആദരിക്കാൻ പാടില്ല. വെച്ചു കൊടുക്കുവാനെ ബിംബാരാധകരുടെ തുല്യം തന്നെയാണ്, ബിംബാരാധകരുടെ തുല്യം തന്നെയാണ്, ബിംബാരാധകരുടെ തുല്യം തന്നെയാണ് ഇസ്തിഖാലു കസീരിൻ മിനൽ ഖൽഖി, പടപ്പുകളിൽ ഒരുപാട് ആളുകൾ ഏർപ്പെട്ടിട്ടുള്ളത്. എന്ത് ഖബർ ആരാധനയല്ല, മനസ്സിലാക്കി വെച്ചോ. ആരാധന ആദരവോടെ കൂട്ടിക്കേക്കാൻ ശ്രമിച്ചില്ല. ബിതഅലീമി ഖുബൂരിൽ അകാബിർ, മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ, മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ, മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ. അപ്പൊ മഹാന്മാരെ ഖബർ ആദരിക്കൽ ബിംബാരാധനയാണെന്ന് സക്കരിയ പറഞ്ഞു. നാദാപുരത്ത് ഖണ്ഡനം 5-6 എണ്ണം അങ്ങ് നടന്നു. 7ാമത്തെ ഖണ്ഡനത്തിന് സലഫി വന്നപ്പോൾ എന്റെ മുമ്പിൽ ഏത്തയിട്ട് കൊണ്ട് പറയുന്നു, മുസ്ലിമീങ്ങളെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്. അതങ്ങ് കേൾപ്പിക്കുക മോനെ. മുസ്ലിമിന്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. മുസ്ലിമിന്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. സംശയം നീങ്ങുന്നുണ്ട്. മൗലവിക്ക് ഇപ്പൊ സംശയമില്ല. മുസ്ലിമീങ്ങളെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. മൗലവി ശരിക്കും മനസ്സിലാക്കി വെച്ചു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താണ്? ഒരു ചാണിലധികം ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ലേ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത്? നേരെ മറിച്ച് ശിർക്കാണ് എന്നാണോ ഹറാമാണ് എന്നാണോ പറഞ്ഞ? എന്താണ്? ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ മഹാനായ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം എന്താണ്? ഒരു ചാണ് ഖബർ, ഒരു ചാണാകുന്നത് കൂടുതൽ ഉത്തമമാണ്. കൂടുതൽ ഉത്തമം ഒരു ചാൺ ഉയരമുണ്ടാകുന്നതാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഉയരമുണ്ടായാൽ അതിന്റെ നിയമം എന്താണ്? അത് ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ പറഞ്ഞിട്ടില്ലേ? ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞത്? ജായിസാണ്, ജായിസാണ്. എങ്ങനെ പറഞ്ഞു? വെറുതെ പറഞ്ഞതാണോ? സഹീഹുൽ ബുഖാരിയിലെ ഹദീസ്, സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് അതിന് തെളിവ്. സഹീഹുൽ ബുഖാരി കാണാം. വഖാല ഖാരിജത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തുനി, എന്നെ ഞാൻ കാണുന്നു, വനഹ്നു ശുബ്ബാനുൻ, ഞങ്ങൾ ചെറുപ്പക്കാരായിരുന്ന സമയം, ഫീ സമാനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത്, വഇന്ന അസദ്ദനാ വസുബത്തൻ, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്ന വ്യക്തി, അല്ലദീ യസിബു ഖബ്റ ഉസ്മാൻ ബിൻ മഗ്ഊൻ, ഉസ്മാൻ ബിൻ മഗ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടിക്കടക്കുന്ന ആളാണ്. ഹത്താ യുജാവിസഹു, അങ്ങനെ ഏറ്റവും ഉയരത്തിൽ ചാടുന്ന ആള്, അതാ ഖബർ ചാടിക്കടക്കാൻ കഴിയുന്ന ആളാണ്. ചെറുപ്പക്കാരായ ഞങ്ങള് സഹാബികളെ കാലത്ത് ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്ന, ഹൈ ജമ്പ് നടത്താൻ കഴിയുന്നവർക്ക് മാത്രമേ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടിക്കടക്കാൻ സാധിക്കുകയുള്ളൂ. അത്രയും ഉയരം സഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന് ഉണ്ടായിരുന്നു എന്നാരാ പറഞ്ഞത്? ഖാരിജത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അതാരാ റിപ്പോർട്ട് ചെയ്തത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഓ സഹോദരാ, ശരിക്കും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മേലെ നിശാങ്കല്ല് വെച്ചത്. നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ മീസാങ്കല്ല് വെച്ചത്. അങ്ങനെ അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ മറവ് ചെയ്യപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന് അതിന്റെ ഉയരമാണ് വിവരിക്കുന്നത്. എത്ര? ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്നവർക്ക് മാത്രമേ ചാടിക്കിടക്കാൻ കഴിയൂ. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ശാഫി ഇമാം എന്താ പറഞ്ഞതെന്ന് വ്യക്തമായി അറിയുന്ന മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ ബുഖാരിയുടെ സറഹിൽ പറയുന്നു, വഫീഹി ജവാസു തഅലിയത്തുൽ ഖബ്രി, ഖബർ ഉയരൽ ജായിസാകും എന്നതിന് ഇതിൽ തെളിവുണ്ട്. ഖബർ ഉയർന്നാൽ അത് ഹറാമല്ല, ശിർക്കല്ലെന്ന് മാത്രമേ ഹറാമോ ഇല്ല, അത് ജായിസാണെന്നതിൽ തെളിവുണ്ട്. അത് തന്നെ ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു പറയാണ്. എന്താ പറയുന്നത്? അതേ മുനാസബത്തു ദാലിക ലിതർജമത്തി മിൻ ഹൈസു ഇന്ന വദഅൽ ജരീദി അലൽ ഖബ്രി യുർശിദു ഇലാ ജവാസി വദഇ മാ യർതഫിഉ ബിഹി വഹറുൽ ഖബ്രി അലൽ അർളി, അതേ ഉയരമുണ്ടാകുന്നത് ജായിസാണെന്നതിന് തെളിവാണ്. അപ്പൊ ഇമാമിങ്ങളൊക്കെ പറഞ്ഞു എന്താണ്? ഒരു ചാണായാൽ ഏറ്റവും നല്ലതാണ്, ഉയർന്നാൽ അതിന് തെറ്റില്ല എന്നാണ്. ഇനി സഹോദരാ ശരിക്കും മനസ്സിലാക്കി. ഷാഫി ഇമാം പറഞ്ഞു മനസ്സിലായി. ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനല്ലേ? ഇമാം ഖസ്തലാനിക്കല്ലേ? അല്ല ഹുസൈൻ സലഫിക്കാണോ ഷാഫി ഇമാമിന്റെ വാക്ക് മനസ്സിലാവുക? ഞങ്ങൾ ഷാഫി ഇമാമിനെതിരാണെന്ന് നിങ്ങൾ കള്ളം പറഞ്ഞതല്ലേ മൗലവി? ഇനി ചോദിക്കട്ടെ, ഷാഫി ഇമാമിന്റെ മഖ്ബറ ആചാരത്തിന്റെ ഉയരവും വലിപ്പോ നിങ്ങൾക്കറിയോ? ഞാൻ ഈജിപ്തിൽ പോയി അത് സിയാറത്ത് ചെയ്തവനാണ് ഞാൻ. പറയട്ടെ, ആ മഖ്ബറയെ സംബന്ധിച്ച് നവവി ഇമാം റളിയല്ലാഹു അൻഹു എന്താ ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞത്? ആ മഖ്ബറയെ സംബന്ധിച്ച് പറഞ്ഞത് ഷാഫി ഇമാമിന്റെ ബഹുമാനത്തോട് യോജിച്ച മഖ്ബറ എന്നല്ലേ പറഞ്ഞത്? യോജിച്ച ഖുബ്ബ എന്നല്ലേ പറഞ്ഞത്? നവവി ഇമാമിനെക്കാൾ ഷാഫി ഇമാമിന്റെ വാക്ക് തിരിയുന്നവൻ ആരാണ് മൗലവി?
നിങ്ങളോട് മലയാളത്തിലല്ലേ വിശദീകരിച്ചത്? അറബി കിതാബുകൾ നിങ്ങൾക്ക് തിരിയില്ല. അറബി കിതാബ് എനിക്ക് തിരിയൂലോലു, അതുകൊണ്ട് മലയാളത്തിൽ വിശദീകരിച്ചാണോലു എന്നോട്. മൗലവി തിരിയുന്നതും തിരിയാത്തതും നമുക്ക് നോക്കാം. നിങ്ങൾ അറബിയിൽ ഉത്തരണി വായിച്ച അർത്ഥം പറ മൗലവി. നിങ്ങൾക്ക് അറബി വായിക്കാൻ കഴിയാഞ്ഞിട്ട് മുമ്പ് നമ്മൾ അറബി പത്രം വായിച്ചത് ഞാൻ മുമ്പ് കേൾപ്പിച്ചതല്ലേ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? വാജ്പേയിയെ കുറിച്ചൊരു ലേഖനം വന്നപ്പോ അത് വാജ്പേയിന്റെ മൗലൂദാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അടൽ ബിഹാരി വാജ്പേയി കേട്ടോ, മൗലൂദാണ് അടൽ ബിഹാരി വാജ്പേയി. ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പൊ അറബിയിലും വാജ്പേയി മൗലൂദ് പിടിച്ചോ, എനിക്ക് സമയമല്ല. കള്ളി പൊളിഞ്ഞില്ലേ, കള്ളി പൊളിഞ്ഞില്ലേ, അറബി അറിയില്ല. ഇനിയിപ്പം വന്നിട്ട് ഹർക്കത്തിട്ട് വായിക്കൂ, വേറെ ഏതെങ്കിലും ഹർക്കത്തിടിക്കൂ. അത്ര വിവരമില്ലാത്ത ആളല്ലേ നിങ്ങൾ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവരെ വലിയ നേതാവായ ഉമർ മൗലവി പറഞ്ഞു എന്ത്? ജാറങ്ങള് ലയനത്തിന്റെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മദീനത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറം ലയനത്തിന്റെ കേന്ദ്രമാണോ? അത് ഞാൻ പറഞ്ഞു മുമ്പ് ചോദിച്ചത് കേൾപ്പിക്കുമോനെ. കുറച്ച് കിതാബ് ഓതി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് അറിയുമോ? ഇങ്ങനെയുള്ള ജാറങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത്. മൂപ്പര് കണ്ട കിതാബ് അങ്ങനെ. ഏത് യഹൂദിന്റെ കിതാബാ നോക്കിയ മൗലവി? ഇമാമിങ്ങളുടെ കിതാബാ ഞാൻ ഉദ്ധരിച്ചു. ഞങ്ങളെ കിതാബ് എന്താ അറിയോ നിങ്ങള്? ഞങ്ങളെ ഒന്നാമത്തെ കിതാബ് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അപ്പൊ നമ്മളെ കിതാബ് ഖുർആനാ. മൗലവി കണ്ട് ജാറം ലയനത്തിന്റെ കേന്ദ്രമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറം ലയനത്തിന്റെ കേന്ദ്ര അല്ലേ? അത് യഹൂദികളെ കിതാബായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതിന് മൗലവിമാർക്ക് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ആദ്യം പറയാൻ ആലോചിക്കണോ? റസൂലുള്ളാഹിന്റെ ജാറം ലയനത്തിന്റെ കേന്ദ്രമാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുമ്പോ ആലോചിക്കണത്. ഞാൻ ഖണ്ഡിച്ച് ഖുർആനും ഹദീസും ഉദ്ധരിച്ചിട്ടാ കേൾപ്പിച്ചു കൊടുക്കുമ്പോ. എന്നാ സഹോദരന്മാരെ, ഖുർആനിൽ എന്താ ഉള്ളത്? ജാറം ലയനത്തിന്റെ കേന്ദ്രമാണ് ഖുർആനിലുണ്ടോ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗം നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട് നബിയേ. എന്താണ് അവിടുത്തെ ബറക്കത്ത്? അവിടുത്തെ ബറക്കത്ത് ഈ ആയത്തിന്റെ തഫ്സീർ ഒന്ന് പരിശോധിച്ചു നോക്കൂ. റാസി പോലുള്ള തഫ്സീറുകളിൽ കാണാം, അമ്പിയാക്കള് കിടക്കുന്ന സ്ഥലമാണത്. അമ്പിയാക്കള് കിടക്കുന്ന സ്ഥലമാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത് മസ്ജിദുൽ അഖ്സയുടെ സമീപത്താണ്. ബുഖാരിയിൽ കാണാം. അപ്പോൾ സഹോദരന്മാരെ, അമ്പിയാക്കളെ ഖബറുള്ള സ്ഥലം ബറക്കത്തുള്ള സ്ഥലമെന്ന് അല്ലാഹുവിന്റെ കിതാബ് പഠിപ്പിക്കുന്നു. ഇനി നിങ്ങൾ ബുഖാരി മറിച്ച് നോക്കൂ. സഹീഹുൽ ബുഖാരി മുസ്ലിമീങ്ങളുടെ കിതാബാണ്. അതിലെന്താ ഉള്ളത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇത് ഉമർ മൗലവിയാണ്. ഞങ്ങൾക്ക് അയാൾ ആരുമല്ല, മുസ്ലിമീങ്ങൾക്ക് അയാൾ ആരുമല്ല. ഞങ്ങൾക്കൊരു ഉമറുണ്ട്, അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത്, അതിനു മുമ്പ് കുത്തുകൊണ്ടിട്ട് വീട്ടിൽ കിടക്കുന്ന സമയത്തും മകനെ പറഞ്ഞേക്കുന്ന, മോനെ അബ്ദുല്ലാ, നീ ആയിഷ ബീവിന്റെ സമീപത്ത് പോയിട്ട് ചോദിക്കുക, അബ്ദുല്ലാ, അല്ലാഹുവിന്റെ റസൂലിനെ മറവ് ചെയ്യപ്പെട്ട മഖബറ, ആ മഖബറയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തിട്ടുണ്ട്. ഓ മൗലവിമാരെ, റസൂലുള്ളാഹിന്റെ ഖബർ ബിൽഡിങ്ങിന്റെ ഉള്ളിലല്ലേ? സിദ്ദീഖുൽ അക്ബറിന്റെ ഖബർ ബിൽഡിങ്ങിന്റെ ഉള്ളിലല്ലേ? അതിന്നും അന്നും അങ്ങനെ തന്നെയല്ലേ?
ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറുണ്ട്. അവിടെ ഒരു ഖബറിന് കൂടി സ്ഥലമുണ്ട്. ആ സ്ഥലം ഉമറിന് അനുവദിച്ചു തരുമോ എന്ന് ആയിഷ ബീവിയോട് ചോദിക്കേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോയി ചോദിക്കുന്നു. സമ്മതം ലഭിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന് എന്തൊരു ആശയാണ് ആ ജാറത്തിൽ പോയി കിടക്കാൻ. എന്താ കാരണം? കിതാബിൽ എന്താ ഉള്ളത്? ഉമർ മൗലവി, നിങ്ങൾ ഏത് കിതാബാ നോക്കിയത്? യഹൂദികളുടെ കിതാബാണോ നസ്രാനികളുടെ കിതാബാണോ? സഹീഹുൽ ബുഖാരിയാ ഞാൻ പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ജാറത്തിൽ പോയി കിടക്കാൻ വേണ്ടി സ്ഥലം ചോദിച്ചു വാങ്ങാണ്. ആ സ്ഥലം ചോദിച്ചു വാങ്ങിയത് എന്തിനാണ്? ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫതുൽ ബാരി നോക്കൂ. എന്തിനാ ചോദിച്ചു വാങ്ങിയത്? ആ മഹാന്മാരുടെ മഖ്ബറയിൽ ഇറങ്ങുന്ന റഹ്മത്ത്, മഹാന്മാരുടെ ജാറത്തിൽ ഇറങ്ങുന്ന റഹ്മത്ത്, അത് ഖിയാമത്ത് നാൾ വരെ കിട്ടാൻ വേണ്ടിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ആ സ്ഥലത്ത് പോയി കിടക്കണമെന്ന് ആശിച്ച് ചോദിച്ചു വാങ്ങുന്നത്.